ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന പ്രതീതി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഗാസയ്ക്ക് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തോടെയാണ്. ഗാസയ്ക്കും പലസ്തീനികൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും ശക്തമായി നിലയുറപ്പിച്ചത് പശ്ചിമേഷ്യയിലാകെ ഭയത്തിൻ്റെ വലിയ ആശങ്കകളാണ് വിതച്ചത്. ഇസ്രായേലിന് നേരെ ഇറാനും ഇറാന് നേരെ ഇസ്രായേലും മിസൈലുകൾ തൊടുത്തുവിട്ടതിൽ വരെ കാര്യങ്ങളെത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ്. അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രായേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടും. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നത്. അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തം. മാത്രമല്ല, ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും. ഇതും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇസ്ലാം മത വിശ്വാസികളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പോരാടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികളും കരുതുന്നത്. ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഇറാൻ തയ്യാറായിട്ടില്ല. ഗാസ, ലെബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനെയും ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇറാൻ അവരുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂഗർഭ അറകളിലെ വൻ ആയുധശേഖരം ഇറാൻ പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ ആകെ അമ്പരപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവശക്തിയാകും മുമ്പ് തന്നെ അവരെ ആക്രമിക്കണമെന്നതാണ് ഇസ്രായേലിൻ്റെ അജണ്ട. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇതിനകം തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്ക കരുതുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാം എന്ന നയമാണ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അനുകൂലികളായ CIA-യും അമേരിക്കൻ സേനയിലെ ഒരു വിഭാഗവും ട്രംപിൻ്റെ നിലപാടിനെതിരാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത്തരമൊരു സാഹസം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നതാണ് ഈ വിഭാഗത്തിൻ്റെ നിലപാട്. ആഭ്യന്തര വിഷയത്തിൽപ്പെട്ട് ഉഴലുന്ന ട്രംപിനെ സംബന്ധിച്ചും ശ്രദ്ധ തിരിച്ചുവിടാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവസ്ഥയിലാണുള്ളത്. ട്രംപിൻ്റെ കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് ലോസ് ഏഞ്ചൽസ് തെരുവുകളിൽ വൻ സംഘർഷത്തിനാണ് വഴിവച്ചിരിക്കുന്നത്. സ്വന്തം ജനതയെ നേരിടാൻ അമേരിക്കയുടെ മണ്ണിൽ തന്നെ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ്. ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കാണുന്ന ഇസ്രായേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. എന്നാൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തി ഇറാൻ ഏതാക്രമണത്തെയും നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ്. ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നു. ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിലുണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടമുണ്ടാകുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടെന്നാണ് CIA-യും മൊസാദും സംശയിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത നീക്കം നടത്തിയാൽ ഈ വ്യോമത്താവളവും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് പ്രധാന ഘടകമാണ്. കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും ഉത്തര കൊറിയ, ചൈന, റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും. ഇറാനെ ആക്രമിക്കുവാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നാറ്റോയാണെന്ന പുതിയ വിവരം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. ആക്രമണം നടന്ന ശേഷം ധൃതിപ്പെട്ട റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ജാമ്യമെടുത്തു. പുടിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം യുക്രൈനിൽ വ്യാപക ആക്രമണം നടത്തി. കനത്ത നാശം വിതച്ചെങ്കിലും അതൊന്നുമല്ല തിരിച്ചടിയെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നുമാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിന് വ്യക്തമാക്കി കഴിഞ്ഞു. റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിന് കോപ്പുകൂട്ടുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ അജണ്ട. സംഘർഷം മൂർച്ഛിച്ചാൽ
ജപ്പാനും അവരുടെ ടാർഗറ്റാകും. ദക്ഷിണ കൊറിയയുമായി ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയയും വീണ് കിട്ടുന്ന അവസരത്തിനായാണ് കാത്തു നിൽക്കുന്നത്. ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷികളായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കാണുള്ളത്. അതായത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ചെറിയ ആക്രമണം നടത്താൻ പോലും ഇസ്രായേലിന് കഴിയില്ല. ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തി ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്തും നിലവിൽ ഇസ്രായേലിനില്ല എന്നാണ് ചിലർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുക. ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെ വിലയിരുത്തുന്നത്. ജൂൺ 9 പ്രാദേശിക സമയം രാവിലെ 11:20 കടേന വ്യോമതാവളത്തിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ജാപ്പനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇക്കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. SDFന്റെ പൊട്ടിത്തെറിക്കാത്ത ആയുധ നിർമ്മാർജ്ജന സംഘമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് സ്ഫോടനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജപ്പാന്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നത് തുടരുന്നതിനാൽ കടേന വ്യോമതാവളം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. ജപ്പാനിലെ ഒക്കിനോവ പ്രീഫെക്ചർ സ്ഥിതി ചെയ്യുന്ന കടേന എയർബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലുതും തന്ത്രപ്രധാനമായ US വ്യോമസേനാ സംവിധാനമാണ്. പസഫിക്കിന്റെ താക്കോൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ താവളം 2000 ഹെക്ടറിലധികം വിസ്തൃതിയും ഏകദേശം 2000 പേരെ ഉൾക്കൊള്ളുന്നതുമാണ്. അമേരിക്കൻ വ്യോമസേനയുടെ 18ാം വിങ്ങിന്റെ ആസ്ഥാനം കൂടിയാണിത്. F-22 റാപ്റ്ററുകൾ, B-52 സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയവ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ മാറി മാറിയുള്ള വിന്യാസവും ഈ ബേസിൽ പതിവായി നടക്കുന്നുണ്ട്. കൂടാതെ ഉത്തര കൊറിയ, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വൻ സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടായാണ് യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത്. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറുന്നത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വൻ പ്രഹരമായി മാറുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ റഷ്യൻ സായുധ സേന 26 അമേരിക്കൻ അംബ്രാസ് ടാങ്കുകൾ നശിപ്പിച്ചതായ വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓരോ ടാങ്കിലും കോടികൾ വിലമതിക്കുന്ന ഈ ടാങ്കറുകളുടെ തകർച്ച നാറ്റോ ചേരിക്ക് വൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ ലഭിച്ച 31 ടാങ്കറുകളിൽ 5 എണ്ണം മാത്രമേ നിലവിൽ യുക്രൈൻ്റെ കൈവശമുള്ളൂ. 2023 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ 31M1 അംബ്രാസ് ടാങ്കുകൾ യുക്രൈന് കൈമാറാൻ തീരുമാനിച്ചത്. അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കാണ് അംബ്രാസ് M1. ജനറൽ അംബ്രാസിന്റെ സീരിയൽ നിർമ്മാണം 1980 ആരംഭിച്ചത്. ആധുനിക വൽക്കരണത്തിന് വിധേയനായി 2020 നവീകരിച്ച അംബ്രാസ് M1A2 SCP-V3 ടാങ്കുകൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ മുന്നണി പോരാളിയാണ് റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ തവിടുപൊടിയാക്കിയിരിക്കുന്നത്. ജപ്പാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്.